ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയും മുത്തശ്ശിയുടെ കൂടെ ആ റൂമിൽ തന്നെയാണ് കേട്ടോ കിടപ്പ്. വൈജയന്തി അവളെ ഒരുപാട് വേദനിപ്പിച്ചെങ്കിലും വൈജയന്തിയെ പതിയെ പതിയെ അവൾക്ക് മനസ്സിലായി തുടങ്ങി. തന്നോട് മാത്രമല്ല സ്വന്തം മക്കളോട് പോലും അമ്മ ഇതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ അമ്മയുടെ ജന്മനായുള്ള സ്വഭാവമാണ് ഇങ്ങനെയെന്ന കാര്യം അലീനയ്ക്ക് മനസ്സിലായതോടു കൂടെ പിന്നെ വൈജയന്തി എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് അതൊന്നും വേദനിപ്പിക്കുന്ന പോലെ തോന്നില്ല. ആ വീട്ടിലെ സെർവൻറ്റ് കുഞ്ഞിമാളും അലീനയോട് പറയുന്നുണ്ട്, മാഡത്തിൻ്റെ ഈ ബാളൊന്നും കേട്ടിട്ട് മോള് പേടിക്കേണ്ട, അത് ഈ പൊട്ടിത്തെറിയേ ഉള്ളൂ. ആള് ഉള്ളുകൊണ്ട് ശുദ്ധമാ. ആദ്യമൊക്കെ ആള് പച്ച പാവമായിരുന്നു, പിന്നെ പെട്ടെന്താ ഇങ്ങനെ ആയിന്ന് അമ്മ പോലും എപ്പോഴും പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് മോള് ടെൻഷൻ ആവുന്നു വേണ്ട, അതോർത്ത് വിഷമിക്കാൻ വേണ്ട. ആ പറയുമ്പോഴുള്ളതുള്ളൂ, അപ്പോൾ അത് കഴിഞ്ഞെന്ന് പറയാ. ഇത് കേട്ട അലീന പറയും, ചില വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ വേദന തോന്നും. അതൊന്നും വിഷമിക്കേണ്ടെന്ന്, അത് അവർ എന്തുണ്ടെങ്കിലും മനസ്സിൽ വെക്കാതെ മുഖത്ത് നോക്കി പറയും. അങ്ങനെയാ ജയന്തി മാഡം. അതുകൊണ്ട് മോളെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടോ എന്ന് കുഞ്ഞുമാള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം കൃഷ്ണമോൾ വന്നിട്ട്, അതേ ചേച്ചി, അമ്മ അങ്ങനെ തന്നെ. അമ്മ ഏത് സമയം കലിപ്പിലാണ്. അച്ഛനോട് പോലും അമ്മ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ അമ്മ രാവിലെ വൈകിട്ടല്ലേ വരൂ. അമ്മ ഓരോന്ന് ഓർഡർ ചെയ്യും, ഞങ്ങളും അതുപോലെ തന്നെ ചെയ്യുന്നത്. എന്നാലും നിങ്ങളും അമ്മയെ അനുസരിക്കാതിരിക്കേണ്ട കേട്ടോ, അമ്മയല്ലേ എന്ന് അലീന അവളെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ അലീനയ്ക്ക് ഓരോ ദിവസം കഴിയുന്തോറും ജയന്തിയുടെ സ്വഭാവം മനസ്സിലായിക്കൊണ്ടിരിക്കുക. അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും അമ്മയുടെ സ്വഭാവത്തിൽ ഇങ്ങനെയൊക്കെ ഒരു മാറ്റമെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായ സമയത്ത് അവളിങ്ങനെ കിടന്ന പെട്ടെന്ന് അവൾക്ക് തൊണ്ട വരണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആ സമയം മഗ്ഗിൽ വെള്ളം നോക്കുന്ന സമയത്ത് അതിൽ വെള്ളമില്ലെന്ന് കാണുമ്പോൾ അവൾ ആ ജഗ്ഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ ആരും കാണുന്നില്ല, എല്ലാവരും നല്ല ഉറക്കാണെന്ന് അവൾക്ക് മനസ്സിലാവാണ്. ആ ഒരു സമയത്ത് ഒരു റൂമിൽ നിന്ന് ചെറിയ വെട്ടം പുറത്തേക്ക് വരുന്നുണ്ട്. ആരാ ഈ റൂമിൽ ഈ സമയത്ത് ഉറങ്ങാതിരിക്കുന്നത് എന്നാലോചിച്ച് അവൾ ആ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവാണ്. ആരായിരിക്കും ഈ സമയത്ത് ഈ റൂമിനുള്ളിൽ? എന്തായാലും ഈ വീട്ടിൽ ആരെങ്കിലും അല്ലാതെ അവർക്കൊക്കെ എന്താ ഈ സമയം ഈ റൂമിനുള്ളിൽ കാര്യം എന്നെല്ലാം ചിന്തിച്ച് മെല്ലെ അലീന വാതിൽ ചാരിയിട്ടുള്ളൊന്ന് മനസ്സിലാവുന്നുണ്ട്. മെല്ലെ ഒന്ന് തള്ളി നോക്കുന്ന സമയത്ത് വാതിൽ ചെറുതായിട്ടൊന്ന് തുറക്കുന്നുണ്ട്. അകത്തുള്ള ആൾ ഇതൊന്നും അറിയുന്നില്ല. പുറംതിരിഞ്ഞ് ഇരുന്ന് എന്തൊക്കെയോ പഴയ ബുക്കുകളും ഒക്കെ എടുത്ത് മറിച്ച് നോക്കുന്നുണ്ട്. അത് വൈജയന്തിയാണെന്ന് മനസ്സിലാക്കിയ അലീന ആകെ ഒന്ന് നെട്ടുന്നുണ്ട്. എന്താ അമ്മ ഈ സമയം ഈ റൂമിലെന്ന് അവൾക്ക് തോന്നിപ്പോവാണ്. ആ സമയത്ത് അവൾ ആണെങ്കിലും അതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ അമ്മ കണ്ണീർ തുടക്കുകയും ആ ബുക്കുകളെല്ലാം മറിച്ചു നോക്കുകയും പിന്നെ തിരികെ ഭദ്രമായിട്ട് കെട്ടിവെക്കുന്നൊക്കെ അവൾ കാണുന്നുണ്ട്. എന്താ അമ്മ ഇത്രയേറെ ചിന്തിക്കുന്നത്? എന്തിനാ അമ്മ കരയുന്നത്? അപ്പോൾ ഇതുപോലൊരമ്മ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഈ പുറത്ത് കാണിക്കുന്ന ദേഷ്യവും ബഹളവും വാശിയൊക്കെ അതെല്ലാം മറക്കാനുള്ള ഒരു പുകപടം മാത്രമാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ ആ ബുക്കെല്ലാം നോക്കി പൊട്ടിക്കരഞ്ഞോട് തന്നെ കണ്ണു തുടച്ച് വൈജയന്തി തിരിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അലീന മാറി ചുമരിൽ ചാരി നിൽക്കാണ്. ആ വാതിൽ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചാവിയെടുത്ത് പൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കി കണ്ണ് തുടച്ച് വേസിൻ്റെ അടുത്തേക്ക് ചെന്ന് മുഖം അമർത്തി കഴുകി ഒന്ന് തുടച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. പാവമ്മ എന്തൊക്കെയോ ഒരു വിഷമം ഉണ്ടാവും. എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കും. അമ്മയ്ക്കയുടെ മകളാണല്ലോ ഞാൻ. എന്നെ സംബന്ധിച്ച കാര്യം തന്നെയാണ് അമ്മയെ വേദനിപ്പിക്കുന്നത്. പക്ഷേ പ്രീതാമി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മരിച്ചെന്നാണ് ആ അമ്മയുടെ കരുതലെന്ന്. ആരൊക്കെയോ അമ്മയെ ചതിച്ചതാണ്. പാവം, ആ ഒരു സങ്കടം മറക്കാനായിരിക്കും ഇങ്ങനെ ഇത്രയേറെ ദേഷ്യക്കാരിയും വാശിക്കാരിയായി അമ്മ ഇങ്ങനെ ബഹളം വെച്ച് നടക്കുന്നത് എന്ന് അലീനയ്ക്ക് മനസ്സിലാവാണ്. ഇങ്ങനൊരു പാവം അമ്മ ആ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടല്ലോ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മ പറഞ്ഞാൽ ഞാൻ വേദനിക്കില്ല, ഞാൻ വിഷമിപ്പിക്കില്ലെന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത അലീന തൻ്റെ റൂമിലേക്ക് വരുമ്പോഴും അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തായിരിക്കും അമ്മ എടുത്ത് മറിച്ചു നോക്കിയത്? എന്തായിരിക്കും ആ രഹസ്യം ആ റൂമിലുള്ളത് എന്നൊക്കെ കരുതി ഇങ്ങനെ അലീന നിൽക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവൾ റൂമെല്ലാം ക്ലീൻ ചെയ്യാൻ പോവാണ്. ആ സമയത്ത് ഈ റൂം ക്ലീൻ ചെയ്യേണ്ട മോളെ എന്ന് കൃഷ്ണയോട് ചോദിക്കുമ്പോൾ, അത് വേണ്ട, അത് മമ്മിയുടെ പേഴ്സണൽ റൂമാണ്, അത് തുറക്കാൻ മമ്മി ആരെയും സമ്മതിക്കില്ല. അതുകൊണ്ട് അതിനുള്ളിൽ മമ്മി എപ്പോഴെങ്കിലുമൊക്കെ മമ്മിയുടെ പഴയ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ മമ്മി അടക്കി വെക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടേക്ക് ആരും മമ്മി കയറ്റില്ല. അതുകൊണ്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അലീനയ്ക്ക് മനസ്സിലാവാണ് മമ്മി അത് ആരൊക്കെയോ മറച്ചു വെക്കുന്ന രഹസ്യം അതിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് ആരെയും അങ്ങോട്ട് വരാൻ
അയക്കാത്തുന്ന കാര്യവും അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ചില രാത്രികളെല്ലാം ആ റൂമിൽ വെട്ടം കാണുകയും അതിനുള്ളിൽ വൈജയന്തി ഇറങ്ങി വരുന്നതും അവൾ കാണുന്നുണ്ട്. തൻ്റെ അമ്മ ഇത്രയേറെ ഒരുങ്ങി കഴിയണമെങ്കിൽ എന്തോ അത്രയും വലിയൊരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം അവൾക്ക് ഉറപ്പാവാണ്. അത് എന്തായിരിക്കും? അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വെറുതെ എന്ന പോലെ അലീന ചോദിക്കുന്നുണ്ട്. അല്ല, മുത്തശ്ശിയുടെ മകളും എല്ലാവരും ഇവിടെ തന്നെയാണോ പഠിച്ചത്? അങ്ങനെ മുത്തശ്ശി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വൈജയന്തിക്ക് ഇവിടെ എല്ലാം മറ്റൊരു പുറത്ത് ഹോസ്റ്റലിൽ നിന്നിട്ടാ പഠിച്ചത്. അതൊക്കെ ഒരു കാലം മോളെ. പിന്നെ ആ ബാലേന്ദ്രൻ്റെ വിവാഹം വന്നത് എന്ന് മുത്തശ്ശിയും എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട കാര്യം അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പഠിക്കാൻ പോയപ്പോഴായിരിക്കും അമ്മക്ക് അബദ്ധം പറ്റിയത്. അതൊരു അബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെയോ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട്. വീട്ടുകാരുടെ നിർബന്ധത്തിൽ പ്രകാരമായിരിക്കും പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെയെന്ന് അലീന ഊഹിച്ചെടുക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം അപ്രതീക്ഷിതമായിട്ടൊരാൾ അവിടേക്ക് വരുന്നുണ്ട്. മറ്റാരുമല്ല, മനുവിനെ കണ്ടതും അലീനയുടെ മനസ്സിൽ വല്ലാതെ ഒരു കുളിര് വരാണ്. അങ്ങനെ മനു വന്ന് എന്താണോ സുഖാണോ ഇവിടെ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ അതെ സുഖമായിട്ട് പോകുന്നെന്ന് പറയുന്നുണ്ട്. എന്താ മോനെ നീ ഇത്ര പെട്ടെന്ന് തിരികെ വന്നു? മുത്തശ്ശി ഞാൻ പോയിട്ട് ഒരാഴ്ച ആയല്ലോ. എനിക്കിടക്കൊക്കെ മുത്തശ്ശി കാണാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ഓടി വന്നതെന്ന് പറഞ്ഞ് മനു ഇടക്കൊന്ന് അലീനയെ നോക്കുന്നുണ്ട്. അലീനയ്ക്കും മനുവിനെ കണ്ടപ്പോൾ വലിയ സന്തോഷമാവാണ്. അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ച് അലീനയോട് സുഖാണോ തനിക്കിവിടെ? തൻ്റെ രേവതിക്കുട്ടിയൊക്കെ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരെക്കുറിച്ചൊന്നും ഒരറിവുമില്ല, എൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ എന്ന് അവൾ പറയാണ്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കയ്യിൽ ഫോൺ ഇല്ലാതിരിക്കോ? തനിക്ക് ഫോൺ വാങ്ങണമെങ്കിൽ വാങ്ങിത്തരാം. അയ്യോ എനിക്ക് ഫോണൊന്നും വേണ്ടെന്ന് അലീന പറയുന്നുണ്ട്. എന്ന രേവതിക്കുട്ടി അവിടെ ഗ്രേസാമ്മയുടെ വീട്ടിൽ വളരെ സന്തോഷവതിയാണ് കേട്ടോ. ഗ്രേസാമ്മ അവൾക്ക് സ്വന്തം മകളെ പോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അവരെ കൂടെ പുറത്ത് കൊണ്ടുപോവുകയും അവളെ കൂടെ തന്നെ നിർത്തുകയും ചെയ്യുന്നുണ്ട്. രേവതിക്ക് ഇതെല്ലാം വലിയ സന്തോഷങ്ങളായിരുന്നു. അങ്ങനെ അവൾ എല്ലാം അറിയിച്ചുകൊണ്ട് അലീനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കത്തുകളെല്ലാം അയക്കുന്നുണ്ട്. അലീനയുടെ വിവരം അറിയാൻ രേവതിക്ക് വലിയ സന്തോഷമാവാണ്. അങ്ങനെ അലീന രേവതിക്കുട്ടി ഗ്രേസമ്മയോട് പറയുന്നുണ്ട്, എനിക്ക് അലീനച്ചി കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യും? നിൻ്റെ ചേച്ചിയെ വിളിക്കുന്ന നമ്പറുണ്ടോ കയ്യിൽ? ഇല്ല, പക്ഷേ വീട് പേരറിയാം, ഇന്ന സ്ഥലത്താണെന്നും അറിയാം, മറ്റൊന്നും എനിക്കറിയില്ല. മാമച്ച നിങ്ങളുടെ പരിചയക്കാരാരെങ്കിലും ആ സ്ഥലത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് അന്വേഷിക്കാം, പറ്റുകയാണെങ്കിൽ നമുക്ക് മോളെയും കൂട്ടി പോവാം എന്ന് പറയുന്നുണ്ട്. രേവതിക്ക് ഇത് കേട്ടതും വലിയ സന്തോഷമാവാണ്. അങ്ങനെ ഗ്രേസാമ്മയെക്കുറിച്ചും മാമച്ചനെ കുറിച്ചും കൂടുതൽ അറിയണ രേവതി അവൾ ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് മക്കളാരും ഇല്ലേ എന്ന് ഗ്രേസാമ്മയോട് ചോദിക്കുമ്പോൾ കണ്ണീരോടെ ഒരു കഥ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊരു മകനുണ്ടായിരുന്നു. അവൻ്റെ വിവാഹം നിശ്ചയിച്ചതായിരുന്നു. അവൻ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുട്ടിയെ തന്നെ അവൻ പ്രണയിച്ചു, വിവാഹം ഉറപ്പിച്ചു. ആ ഒരു സമയത്താണ് ആ ആക്സിഡന്റ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഗ്രേസാമ്മ പൊട്ടിക്കരയുമ്പോൾ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ രേവതി അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മോളെ എല്ലാം പോയി, ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും അവനായിരുന്നു. അന്നു മുതൽ മാമച്ചനും ഞാനും തനിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു റൂമുണ്ടാവും അവൻ്റെ. ആ റൂമെല്ലാം രേവതിക്കുട്ടി എല്ലാം നോക്കി കാണുന്നുണ്ട്. ആ ഒരു സമയത്താണ് അവരെല്ലാം നെട്ടിച്ചുകൊണ്ട് ആ ഒരു സത്യം രേവതി പറയുന്നത്. അവർ ഗ്രേസാമ്മയ്ക്കും മാമച്ചനും അത് കേട്ടതിൽ പരം വലിയൊരു സന്തോഷം തന്നെ വന്നു ചേരാണ് കേട്ടോ. അതിൽ പരം ഒരു സന്തോഷം അവർക്കിനി വരാനില്ല. ആ ഒരു രഹസ്യം രേവതി അവിടെ പറയുന്നുണ്ട്. ആ ഒരു എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.